തന്റെ അടക്കാനാകാത്ത വേദനയും ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ട് ഗ്ലാഡിസ് സ്റ്റെയിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എന്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഇത്രയും നികൃഷ്ടമായ ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാളോട് ക്ഷമിക്കാനോ മറക്കാനോ ഭരണകൂടത്തിന് അവകാശമില്ല. ഓസ്ട്രേലിയൻ പൗരനായ ഗ്രഹാം സ്റ്റെയിനിനെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി ജീവനോടെ ചുട്ടുകൊന്നിട്ട് ഇന്നേക്ക് 25 വർഷം. തന്റെ ഭർത്താവിനെയും മക്കളെയും ഇല്ലാതാക്കിയവരോട് ക്ഷമിക്കുന്നതായി ഗ്ലാഡിസ് പ്രഖ്യാപിക്കുന്നതാണ് മേൽപ്പറഞ്ഞ വരികൾ. വർഷം 1999 ജനുവരി 21 അർദ്ധരാത്രിയിലാണ് ഗ്ലാഡിസ് സ്റ്റെയിന് തന്റെ എല്ലാമെല്ലാമായ ഭർത്താവിനെയും 2 മക്കളെയും നഷ്ടപ്പെട്ടത്. ഒഡീഷയിലെ മനോഹർപൂർ ബാരിപ്പാടിലെ വനപ്രദേശത്ത് തങ്ങളുടെ ജീപ്പിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും ഒറീസയിലെ പശുക്കച്ചവടക്കാരും ബജ്രംഗ് ദൾ പ്രവർത്തകനുമായ ദാരാ സിംഗിന്റെ നേതൃത്വത്തിൽ ജീവനോടെ ചുട്ടുകൊന്നത്. കുഷ്ഠരോഗബാധിതരുടെ ദുരിതങ്ങളിൽ ചേർന്ന് അവർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ പൗരന്മാരാണ് ക്രിസ്ത്യൻ മിഷണറി അംഗങ്ങളായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ്, 9ഉം 7ഉം വയസ്സു മാത്രമുള്ള മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നിവരും ഭാര്യ ഗ്ലാഡിസും. രാജ്യത്തിന്റെ കറുത്ത പൊട്ടെന്നാണ് ഗ്രഹാമിന്റെയും മക്കളുടെയും കൊലപാതക വാർത്തയെ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ വിശേഷിപ്പിച്ചത്. ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ സൂററ്റിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന 3 ക്രിസ്ത്യൻ പള്ളികൾ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയും BJP നേതാവുമായ അടൽ ബിഹാരി വാജ്പേയി ഗുജറാത്തിലെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി ഡൽഹിയിൽ തിരിച്ചെത്തിയ വാജ്പേയി ഗോത്രവർഗത്തിൽപ്പെട്ടവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് നിർബന്ധിത പരിവർത്തനം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ദേശീയ സംവാദത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഗ്രഹാമിന്റെ കൊലപാതകത്തിന് ശേഷം തന്റെ ക്യാബിനറ്റ് മന്ത്രിയായ ജോർജ് ഫെർണാണ്ടസിനെ വാജ്പേയി ഒറീസയിലേക്ക് അയച്ചു. സ്ഥിതിഗതികൾ പരിശോധിച്ച് തിരിച്ചെത്തിയ ജോർജ് ബജ്രംഗ് ദൾ പ്രവർത്തകൻ കൊലപ്പെടുത്തിയ ഗ്രഹാം സ്റ്റെയിന്റെയും മക്കളുടെയും കൊലപാതകത്തിന് പിന്നിൽ വിദേശ കൈകളാണെന്ന് പ്രഖ്യാപിച്ചു. 1999 സംഭവത്തിന് തുടർച്ചയായി 2007ലും 2008ലും ക്രിസ്ത്യൻ സംഘങ്ങളെ ലക്ഷ്യമിട്ടിരുന്നു സംഘപരിവാർ. കാണ്ഡമാൽ ജില്ലയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 100ലേറെ പേർ കൊല്ലപ്പെടുകയും 6000-ലധികം വീടുകളും 300ഓളം പള്ളികളും കത്തിച്ചുകളയുകയും ചെയ്തു. 60,000-ലേറെ പേരാണ് ആ ആക്രമണങ്ങൾ കാരണം പ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. സ്റ്റെയിനിന്റെ കൊലപാതകങ്ങളുടെ പ്രത്യയശാസ്ത്രം കോടതി പോലും മനസ്സിലാക്കിയിരുന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ദാരാ സിംഗിനെ കുറ്റക്കാരനെന്ന് വിധിച്ച കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ 2005-ൽ ഈ ശിക്ഷ ഒഡീഷ ഹൈക്കോടതി ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഒടുവിൽ 2005-ൽ സുപ്രീം കോടതിയിൽ കേസെത്തിയതോടെ ഹൈക്കോടതി വിധി ശരിവെച്ചു സുപ്രീം കോടതി. ഗ്രഹാമിന്റെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും ക്രിസ്ത്യൻ മിഷണറിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുമായിരുന്നു ശിക്ഷ ഇളവ് ചെയ്ത ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത്. ഇതിനു പിന്നാലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നതോടെ ജനുവരി 25-ന് കോടതി വിധിയിലെ ആ വാക്കുകൾ പിൻവലിക്കുകയായിരുന്നു. ജസ്റ്റിസ് P. സദാശിവം, ജസ്റ്റിസ് B. ചൗഹാൻ എന്നിവരുടെ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. ഒറീസയിലെ ദരിദ്രരായ ആദിവാസികളെയും കുഷ്ഠരോഗികളെയും സേവിക്കുകയായിരുന്നു ഗ്രഹാം സ്റ്റെയിനും സംഘവും. 35 വർഷമായി ഈ രംഗത്ത് നിശബ്ദമായി പ്രവർത്തിച്ച ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി. മയൂർഭഞ്ചിലെ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി 1892-ൽ ബാരിപ്പാടയിൽ സ്ഥാപിച്ച മയൂർഭഞ്ച് ലെപ്രസി ഹോമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1965-ലാണ് ഗ്രഹാം സ്റ്റെയിൻ പ്രവർത്തിച്ചു തുടങ്ങിയത്, തന്റെ 24-ാം വയസ്സിൽ. 1983-ൽ ബാരിപ്പാടയിലെ മിഷന്റെ പ്രവർത്തനം ഏറ്റെടുത്തു ഗ്രഹാം. ഒഡീഷയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നുമെല്ലാമുള്ള ആയിരക്കണക്കിന് കുഷ്ഠരോഗികൾ ഗ്രഹാമിന്റെ അടുത്ത് സഹായങ്ങൾക്കും ചികിത്സയ്ക്കുമായി എത്തിയിരുന്നു. എന്നാൽ ഗ്രഹാമും കുടുംബവും നടത്തുന്നത് മതപരിവർത്തനമെന്ന ആരോപണമാണ് ഹിന്ദുത്വവാദികൾ തൊടുത്തുവിട്ടത്. പിന്നാലെ അവരെ ജീവനോടെ ചുട്ടുകൊന്നു. 1999-ൽ മനോഹർപൂരിലെ ജംഗിൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു ആ സംഭവം. കെന്തുർജാർ ഗ്രാമത്തിലേക്കുള്ള യാത്രക്കിടെ കടുത്ത തണുപ്പിനെ അതിജീവിക്കാൻ ഗ്രഹാം മക്കൾക്കൊപ്പം ജീപ്പ് വഴിയരികിലൊതുക്കി യാത്രക്കിടവേളയെടുത്തു. ഈ സമയം 50ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ കൂട്ടമായി എത്തി ഇവരെ ആക്രമിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്റ്റെയിനും മക്കളും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ഗ്രഹാമിന്റെ മരണത്തോടെ മാനസികമായി തളർന്നെങ്കിലും ഭാര്യ ഗ്ലാഡിസ് കൊലപാതകങ്ങളോട് താൻ ക്ഷമിക്കുന്നതായി പ്രഖ്യാപിക്കുകയും 5 വർഷം കൂടി ഈ സേവന രംഗത്ത് തുടരുകയും ചെയ്തിരുന്നു. 2004-ൽ അവർ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. 2019-ൽ പുറത്തിറങ്ങിയ ദ ലീസ്റ്റ് ഓഫ് ദി ഗ്രഹാം സ്റ്റെയിൻ സ്റ്റോറി എന്ന സിനിമ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.